അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ യുരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. പ്രിയമുള്ളവരെ, 45-ാമത്തെ അധ്യായമാണ് സൂറ അൽ ജാസിയ. 6 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന 29 അധ്യായങ്ങളിൽ ഒരധ്യായമാണ് സൂറത്തുൽ ജാസിയ. 6 വരെയുള്ള സൂക്തങ്ങളാണ് പഠിച്ചത്. പ്രതാപവാനും യുക്തിമാനുമായ അള്ളാഹുവിൽ നിന്നാണ് ഈ വേദഗ്രന്ഥത്തിൻ്റെ അവതീർണം. ആകാശഭൂമികളിലും മനുഷ്യ സൃഷ്ടിപ്പിലും ധാരാളം ദൃഷ്ടാന്തങ്ങൾ അവന് കണ്ടെത്താൻ കഴിയും. രാപ്പകലുകൾ മാറി വരുന്നതിൽ, മാനത്തുനിന്ന് മഴ വർഷിക്കുന്നതിൽ, അതുവഴി ജീവിത വിഭവങ്ങൾ ലഭ്യമാകുന്നതിൽ, വ്യത്യസ്തങ്ങളായ കാറ്റുകൾ തുടങ്ങിയവെല്ലാം ദൈവിക ദൃഷ്ടാന്തങ്ങളാണ്. ഇതിലെല്ലാം ചിന്തിക്കുന്ന ജനങ്ങൾക്ക് വലിയ രീതിയിൽ അള്ളാഹുവിൻ്റെ ആയാത്തുകളെ മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പ്രവാചകനിലൂടെ അവർക്ക് നൽകി. എന്നിട്ടും അവർ അള്ളാഹുവിനെ തള്ളിപ്പറയുന്നുവെങ്കിൽ അവരോടെന്ത് പറയാനാണ്? നാം അവയെ നിനക്ക് ക്രമാനുഗതം ഓതിത്തരുന്നു. അള്ളാഹുവിലും അവൻ്റെ വചനങ്ങളിലും വിശ്വസിക്കാത്ത ഒരു കൂട്ടർ ഇതിനേക്കാൾ മറ്റെന്തു ദൃഷ്ടാന്തമാണ് അവർക്ക് ലഭ്യമാക്കുക? അള്ളാഹു പറയുന്നത്, തിൽക ആയാത്തുല്ലാഹി നത്ലുഹാ അലൈക ബിൽ ഹഖ് ഫബിഅയ്യി ഹദീസിൻ ബഅദല്ലാഹി വആയാതിഹി യുക്മിനൂൻ എന്നാണ്. തുടർന്ന് 7 മുതൽ 11 വരെയുള്ള സൂക്തങ്ങളാണ് ഇന്നീ ക്ലാസ്സിലൂടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. വൈലുല്ലി കുല്ലി അഫ്വാക്കിൻ അസീം. പെരും നുണ കെട്ടിപ്പറയുന്ന പാപികൾക്കൊക്കെയും കൊടിയ നാശം. വൈല് എന്നാൽ കൊടിയ നാശം എന്നാണ്. അഫ്വാക്ക് കെട്ടിച്ചമക്കുക. അഫ്വാക്കിൻ അസീം പെരും നുണ കെട്ടിപ്പറയുന്ന ആളുകൾ. അവരുടെ സ്വഭാവം എന്താണ്? യസ്മഉ ആയാത്തില്ലാഹി തുത്ല അലൈഹി സുമ്മ യുസിറു മുസ്തക്ബിറ. അവൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ വായിക്കപ്പെടുന്നു, അവനത് കേൾക്കുന്നു, എന്നിട്ടും അത് കേട്ടിട്ടില്ലെന്ന മട്ടിൽ അഹന്ത നടിച്ച് പഴയ പോലെ തന്നെ സത്യനിഷേധത്തിൽ ഉറച്ചു നിൽക്കുന്നു. കല്ലം യസ്മഅഹ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. അതിനാൽ അവനെ നോവേറിയ ശിക്ഷയെ സംബന്ധിച്ച സുവാർത്ത അറിയിക്കുക എന്നതൊരു പരിഹാസത്തോടു കൂടി പറയുകയാണ്. ആയാത്ത് എന്നാൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ. സമിയ യസ്മൗ കേൾക്കുക, തല തുത്തില പാരായണം ചെയ്യപ്പെടുക, അവരുടെ മേൽ വായിക്കപ്പെടുക. മുസ്തക്ബിറ അഹങ്കാരം, അഹന്ത. അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്നതിന് പകരം അള്ളാഹു അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്ന ഒരു പ്രയോഗമാണ് ഫബശ്ശിറുഹു എന്നാണ് സൂചിപ്പിച്ചത്. വൈദ അലിമ മിൻ ആയാത്തിന ഷൈഅൻ ഇത്തഖദഹ ഹുസ്വ. നമ്മുടെ വചനങ്ങളിൽ വല്ലതും അവൻ അറിഞ്ഞാൽ ഉടനെ അവനതിനെ പുച്ഛിക്കുന്നു. അള്ളാഹു പറയുന്നു, ഉലായിക ലഹും അദാബും മുഹീൻ. അത്തരക്കാർക്ക് ഉറപ്പായും ഏറ്റവും നിന്ദ്യമായ ശിക്ഷയുണ്ട്. മുഹീൻ, ഏറ്റവും നിന്ദ്യമായത്. മിൻ വറായിഹിം ജഹന്നം. അവരെ പിന്തുടരുന്നത് കത്തിപ്പടരുന്ന തീയാണ്. അവരുടെ മുമ്പിലുള്ളത് നരകമാണ് എന്നും അതിന് ആശയമുണ്ട്. വലാ യുഗ്നി അൻഹും മാ കസബു ഷൈഅൻ വലാ മത്തഖദു മിൻ ദൂനില്ലാഹി ഔലിയ. അവർ നേടിയതൊന്നും അവർക്ക് ഉപകരിക്കുകയില്ല. അള്ളാഹുവെ കൂടാതെ അവർ കൊണ്ടു നടക്കുന്ന രക്ഷാധികാരികൾ ആരും അവർക്കൊരിക്കലും പ്രയോജനപ്പെടുകയും ചെയ്യില്ല. വലഹും അദാബുൻ അലീം. അവർക്ക് കടുത്ത ശിക്ഷയുണ്ട്. ഹാദാ ഹുദ. ഈ ഖുർആൻ ഒരു വഴികാട്ടിയാണ്. വല്ലദീന കഫറു ബി ആയാത്തി റബ്ബിഹിം ലഹും അദാബും മിൻ റിജ്സിൻ അലീം. തങ്ങളുടെ നാഥൻ്റെ വചനങ്ങളെ തള്ളിപ്പറയുന്നവർക്ക് നോവുറ്റ ഹീനമായ ശിക്ഷയുണ്ട്. പ്രിയമുള്ളവരെ, ഈ 5 സൂക്തങ്ങളിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് ലഭ്യമാകുന്ന ശിക്ഷയെക്കുറിച്ചുള്ള പ്രയോഗം ഫബശ്ശിർഹു ബി അദാബിൻ അലീം. നോവേറുന്ന ശിക്ഷ. ലഹും അദാബും മുഹീൻ. നിന്ദ്യമായ ശിക്ഷ. അദാബുൻ അലീം. കടുത്ത ശിക്ഷ. മിൻ റിജ്സിൻ അലീം. നോവുറ്റ ഹീനമായ ശിക്ഷയുണ്ട്. ഇങ്ങനെ 4 പ്രയോഗങ്ങൾ
അള്ളാഹു അവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വചനങ്ങളെ അത് സത്യമാണോ അല്ലയോ എന്ന നിഷ്കളങ്കമായ അവസ്ഥയിൽ അതിനെ സമീപിക്കുന്നവരുണ്ട്. അതല്ലാതെ ഖുർആൻ, പ്രവാചകൻ, പരലോകം ഇതൊക്കെ കേവലം കെട്ടുകഥകളാണ്, ഒരിക്കലും സംഭവ്യമല്ല എന്ന മുൻവിധിയോടുകൂടി നിഷേധത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്ന ആളുകളുമുണ്ട്. ആദ്യം പറഞ്ഞാൽ സൂക്തങ്ങൾ കേട്ടിട്ട് വിശ്വാസം കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിന് കാരണം അയാൾ നിഷേധിയായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നല്ല, മറിച്ച് അയാൾ കൂടുതൽ ഉറപ്പ് തേടുന്നു എന്നതാണ്. അതിനാൽ അയാൾ വിശ്വസിക്കാൻ താമസിക്കുന്നുവെങ്കിൽ നാളെ മറ്റൊരു സൂക്തം അയാളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അതിൽ സംതൃപ്തനായി വിശ്വാസിയായി തീരുകയും ചെയ്യുമെന്ന് തികച്ചും പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വർദ്ധിതമായ ദേഷ്യത്തോടു കൂടി കടന്നു ചെന്നവനായിരുന്നല്ലോ മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. തൻ്റെ സഹോദരിയുടെ ഇസ്ലാം സ്വീകരണത്തിൽ ആ ദേഷ്യം അദ്ദേഹത്തിൽ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം വീട്ടിലെത്തുമ്പോൾ സഹോദരി ഖുർആൻ പാരായണം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു താഹ അതിൻ്റെ ആദ്യ ഭാഗത്തെ പാരായണം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു എന്നാണ്. അഥവാ ദൈവിക സൂക്തങ്ങൾ സതുദ്ദേശത്തോടെ ഹൃദയം തുറന്ന് കേൾക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളിൽ അത് വല്ലാത്ത സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ്. നേരെ മറിച്ച് രണ്ടാമത് പറഞ്ഞ വിഭാഗം ആളുകൾ, അവർക്ക് എത്ര സൂക്തങ്ങൾ കേട്ടാലും ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ദൈവിക സൂക്തങ്ങൾക്ക് നേരെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടച്ചവരാണവർ. 3 ഗുണങ്ങളാണ് അഥവാ 3 ദുർഗുണങ്ങളാണ് അവർക്കുണ്ടാവുക. ഒന്ന്, അവർ സത്യസന്ധതയില്ലാത്തവരാണ്. അതിനാൽ സത്യം ഒരിക്കലും അവരെ സ്വാധീനിക്കുകയില്ല. കള്ളം പറയുകയും ചെറിയ ചെറിയ നുണകളൊക്കെ ശീലിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സത്യം അവരെ സ്വാധീനിക്കുക വലിയ പ്രയാസമായിരിക്കും. രണ്ടാമത്തത്, അവർ ദുർവൃത്തരായിരിക്കും. അതുകൊണ്ട് ധാർമ്മിക സദാചാര നിയമങ്ങളൊന്നും അവർക്ക് ഇഷ്ടമല്ല. അത്തരം നിർദ്ദേശങ്ങൾ നൽകുന്ന സംവിധാനത്തോടും അവർക്കൊരു താല്പര്യവും ഉണ്ടായിരിക്കില്ല. അത്തരം ആദർശങ്ങളോടും അധ്യാപനങ്ങളോടും അവർക്ക് എന്നും ഒരു അകൽച്ചയായിരിക്കും. മൂന്നാമത്തേത്, അവർ അഹങ്കാരികളായിരിക്കും. ഞങ്ങൾക്കെല്ലാം അറിയാം, ആരും ഞങ്ങളൊന്നും പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് അവരുടെ ഭാവം. അതുകൊണ്ട് പ്രവാചകൻ്റെ അധ്യാപനങ്ങളോ ദൈവിക സൂക്തങ്ങളോ അവരതിനെപ്പറ്റി ചിന്തിക്കുകയില്ല, അതിനവർ ചെവി കൊടുക്കുകയുമില്ല. കേട്ടാലും ഇല്ലെങ്കിലും കേൾക്കാത്ത ഫലം മാത്രമേ അതുകൊണ്ടുണ്ടാവൂ. അള്ളാഹുവിൻ്റെ സൂക്തങ്ങളെ പരിഹസിക്കുന്നവരാണ് അവർ എന്ന് പറയുന്നു. വൈദ അലിമ മിൻ ആയാത്തിന ഷൈഅൻ ഇത്തഖദഹ ഹുസുവ. നമ്മുടെ സൂക്തങ്ങളിൽ നിന്ന് വല്ലതും അവൻ്റെ അറിവിൽപ്പെട്ടാൽ ഉടനെ അവൻ അതിനെ പരിഹാസപാത്രമാക്കുന്നു. ഖുർആനിൽ ഇന്ന കാര്യം പറഞ്ഞിരിക്കുന്നുവെന്ന് കേട്ടാൽ അവരതിനെ നേർക്കുനേരെ അർത്ഥത്തിൽ എടുക്കുന്നതിന് പകരം പരിഹാസപാത്രമാക്കാൻ എന്തെങ്കിലും വക്രത തേടിപ്പിടിക്കും. എന്നിട്ട് പരീക്ഷിച്ചുകൊണ്ട് പറയുന്നു, ചങ്ങാതി അങ്ങേരെക്കുറിച്ച് എന്തു പറയാനാ, മൂപ്പര് ദിവസേന ഒന്നിനൊന്ന് പുതുമയുള്ള വർത്തമാനങ്ങളല്ലേ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഈ സൂക്തത്തിൽ എന്ത് രസമുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള സൂക്തങ്ങളിലെ സമസ്യക്കാണെങ്കിൽ ഉത്തരവുമില്ല. ഇങ്ങനെ പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ പരിഹാസത്തോടുകൂടി എടുക്കുന്ന ആളുകളായിരുന്നു അവർ. അവർക്ക് വറാഹും ജഹന്നം എന്നർത്ഥത്തിൽ അവർക്ക് നൽകുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. മിൻ വറായിയും ജഹന്നം 10-ാം സൂക്തത്തിൽ. സയ്യിദ് അബുൽ അലാ മദൂദ് സാഹിബ് അതിന് നൽകുന്നത് അവരുടെ മുമ്പിൽ നരകമുണ്ട് എന്നാണ്. അത് മുൻപിലാവട്ടെ പിൻപിലാവട്ടെ കാഴ്ചക്കപ്പുറമുള്ള എല്ലാ കാര്യങ്ങൾക്കും വറാഹ് എന്ന് ഖുർആൻ പ്രയോഗിക്കാറുണ്ട്. ഈ വാക്യത്തെ അവരുടെ പുറകിൽ നരകമുണ്ട് എന്ന് തർജ്ജമ ചെയ്യാം. ആദ്യത്തെ അർത്ഥത്തിൽ തന്നെ എടുത്താൽ ആശയം ഇപ്രകാരമായിരിക്കും: അവർ അറിയാതെ നരകത്തിൻ്റെ വഴിയിലൂടെ കുതിച്ചു പായുകയാണ്. തങ്ങൾ ചെന്നു വീഴാനിരിക്കുന്ന നരകമാണ് മുന്നിലെന്ന് അവർക്ക് ബോധ്യമില്ല. രണ്ടാമത്തെ ആശയം ഇങ്ങനെയാണ്: പരലോക ചിന്തയില്ലാതെ തിന്മകളും ചീത്ത മനസ്സുമായി നടക്കുന്ന അവർക്ക് പിന്നിൽ നരകമുണ്ട് എന്ന് അവർ അറിയുന്നില്ല. ഇനി അവർ ദുനിയാവിൽ സമ്പാദിച്ചതൊന്നും പ്രയോജനപ്പെടുകയില്ല എന്ന് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. ഈ ലോകത്ത് നേടിയതൊന്നും അവർക്കല്പവും പ്രയോജനപ്പെടുകയില്ല. വലാ യൗനി അൻഹുമാ കസബു ഷൈഅ വലാ മത്തഖദു മിൻ ദൂനില്ലാഹി ഔലിയ. ദുനിയാവിൽ ഒരുപാട് സമ്പാദ്യമുണ്ട്, വലിയ സ്ഥാനമാനങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്. അതൊന്നും അവർക്കൊട്ടും ഉപകരിച്ചിട്ടില്ല, ഉപകരിക്കുകയുമില്ല. വലാ മത്തഖദു മിൻ ദൂനില്ലാഹി ഔലിയ. അള്ളാഹുവിനെ വെടിഞ്ഞ് അവർ രക്ഷകരായി വരിച്ചവരും ഒരു ഉപകാരവും ചെയ്യില്ല. അവർക്കുള്ളത് ഭയങ്കരമായ ശിക്ഷയാണ്. വലഹും അദാബുൻ അളീം എന്നാണ്.
ഇവിടെ വലിയ എന്നത് രണ്ടർത്ഥത്തിലാണ്. ഒന്ന്, ദേവീദേവന്മാരും മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആയ ആചാര്യന്മാരും. അവർ ദൈവത്തിനും തങ്ങൾക്കുമിടയിലുള്ള മധ്യവർത്തികളാണെന്ന് ബഹുദൈവവിശ്വാസികൾ കരുതിയിരുന്നു. അതുകൊണ്ട് തങ്ങൾ എന്ത് ചെയ്താലും അള്ളാഹുവിൽ നിന്ന് ശിക്ഷയുണ്ടാവില്ല. ആ മധ്യവർത്തികളുടെ ഇടപെടൽ മൂലം ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ് അവരുടെ വിചാരം. രണ്ടാമത്തേത്, അള്ളാഹുവിനെ മാനിക്കാതെ തങ്ങളുടെ നേതാക്കളും നായകരും യജമാന്മാരും ഭരണാധികാരികളുമൊക്കെയായി സ്വയം വരിച്ചിട്ടുള്ളവർ. ജനം അവരെ കണ്ണടിച്ച് അനുസരിക്കുകയും അള്ളാഹുവിനെ അതൃപ്തിപ്പെടുത്തി അവരെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സൂക്തം അത്തരത്തിൽപ്പെട്ട എല്ലാ ആളുകളെയും താക്കീത് ചെയ്യുകയാണ്. ഈ നിലപാടിൻ്റെ ഫലമായി അവർക്ക് നരകത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ ഇക്കൂട്ടരെ രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല. നാളെ പരലോകത്ത് മനുഷ്യന് ഭൗതികമായ സ്ഥാനമാനങ്ങളോ അധികാരങ്ങളോ അള്ളാഹുവിനെ കൂടാതെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ജീവിച്ചവരോ മരിച്ചവരായ ഒരു ശക്തികളും അവർക്ക് ഒട്ടും പ്രയോജനപ്പെടുകയില്ല എന്ന് വളരെ കൃത്യമായി അള്ളാഹു പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 86-ാം അധ്യായം സൂറത്തു ത്വാരിക്കിൽ പരലോകത്ത് നിഷേധിക്കുന്ന ആളുകളോട് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹു മറുപടി നൽകുന്നുണ്ട്. സൂറ ത്വാരിക്കിൽ വസ്സമായി വത്വാരിക്ക് വമാ അദ്റാക്കമത്വാരിക്ക് അന്നജുമു സാക്കിബ്. മനുഷ്യന് ചുമതലക്കാരനുണ്ട്. മനുഷ്യൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്? അവൻ സ്രവിക്കപ്പെടുന്ന വെള്ളത്തിൽ നിന്നാണ്. യഹ്റുജു മിൻ ബൈനി സുൽവി വത്തറായിബ്. മുതുകലിൻ്റെയും മാറലിൻ്റെയും ഇടയിലാണ് അതിൻ്റെ ഉറവിടം. ഇന്നഹു അലാ റജഇല ഖാദിർ. ആ അള്ളാഹുവിനെ നിങ്ങളെ തിരികെ കൊണ്ടുവരാൻ സാധിക്കും. യൗമ തുബില സറായിർ. രഹസ്യങ്ങൾ വിലയിരുത്തപ്പെടുന്ന ഒരു ദിവസം. ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ. അവിടെയും ഒരു പ്രയോഗമുണ്ട്. ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ. അവിടെ അവന് എന്തെങ്കിലും കഴിവോ സഹായിയോ ഉണ്ടാവുകയില്ല. മനുഷ്യൻ ചെയ്ത അമലുകൾ മാത്രമാണ് അവൻ്റെ കൂടെ ഉണ്ടാവുക. പരലോകത്ത് മറ്റൊരു ശക്തിക്കും നിങ്ങളെ രക്ഷപ്പെടുത്താനോ സഹായിക്കാനോ സാധ്യമല്ല എന്ന് ഖുർആൻ പലയിടത്ത് പല രീതിയിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഖുർആനെ ശരിയാവണ്ണം മനസ്സിലാക്കുക, പ്രവാചക പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുക. ഖുർആനെയും ഇസ്ലാമിനെയും തെറ്റിദ്ധരിപ്പിക്കാനും ഇസ്ലാമിൽ നിന്ന് ആളുകളെ അകറ്റുവാനും വെറുപ്പിൻ്റെ രാഷ്ട്രീയം സൃഷ്ടിക്കുവാനും പലരും ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെളിച്ചത്തിൻ്റെ അനുയായികളായി നമ്മൾ മാറുക. നമ്മൾ സ്വയം വെളിച്ചം ഉൾക്കൊള്ളുന്നു എന്നല്ല, മറ്റൊരു ലെവലിലേക്ക് കൂടി വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഖുർആനിൻ്റെ വെളിച്ചം പ്രസരിപ്പിക്കാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അങ്ങനെയാണല്ലോ, ഹാദാ ഹുദ, ഈ ഖുർആൻ അത്യന്തം സന്മാർഗദർശനമാണ്. വല്ലദീന കഫറു ബി ആയാത്തി റബ്ബിഹിം ലഹും അദാബും മിൻ റിജ്സിൻ അലീം. റബ്ബിൻ്റെ സൂക്തങ്ങൾ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തവർക്ക് വേദനയേറിയ വിപത്തിനാലുള്ള ശിക്ഷയുണ്ട്. അഥവാ ഖുർആൻ ഒരു ഹുദയാണ്, ഖുർആൻ നൂറാണ്, ഖുർആൻ ഷിഫയാണ്, ഖുർആൻ റഹ്മത്താണ്. ആ ഖുർആനെ സ്വീകരിക്കുവാനും അതിൻ്റെ നന്മകളും വെളിച്ചവും മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുവാനും നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.